2026 മാർച്ച് 12 ഇറാഖിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ ആകാശത്ത് പുകച്ചുരുളുകൾ ഉയരുന്നു. ഒരു വലിയ സ്ഫോടന ശബ്ദത്തിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേനയുടെ 2 കൂറ്റൻ വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തകർന്നു. അമേരിക്കയുടെ പറക്കുന്ന പെട്രോൾ പമ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ ആയിരുന്നു അവ. ഒരു വിമാനം കത്തിയമർന്ന് മരുഭൂമിയിലേക്ക് പതിച്ചു. 6 സൈനികരുണ്ടായിരുന്ന വിമാനത്തിൽ നിന്ന് 4 പേരുടെ മരണവാർത്തയാണ് പുറത്തു വന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇതൊരു സാങ്കേതിക പിഴവാണോ അതോ ഇറാൻ്റെ ആക്രമണമോ? നമ്മൾ ആ രഹസ്യങ്ങൾ തേടുകയാണ്. ഈ അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ വിമാനത്തിൻ്റെ കഥ ഏതൊരു സിനിമാ കഥയും വെല്ലുന്നതാണ്. കൂട്ടിയിടിയിൽ ആ വിമാനത്തിൻ്റെ വാലിൻ്റെ വലിയൊരു ഭാഗം അറ്റുപോയി. വാലില്ലാത്തൊരു പക്ഷിയെപ്പോലെ ആ വിമാനം ആകാശത്തുലഞ്ഞു. പക്ഷേ പൈലറ്റുമാരുടെ അസാമാന്യമായ ധൈര്യം കൊണ്ട് ആ വിമാനം കടലിന് മുകളിലൂടെ വട്ടമിട്ട് പറന്ന് ഇസ്രയേലിലെ എയർപോർട്ടിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം പുറത്തു വന്ന ചിത്രങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇത്രയും വലിയ കേടുപാടുകൾ പറ്റിയിട്ടും ആ വിമാനം എന്തുകൊണ്ട് നിലംപൊത്തിയില്ല? 150 ടൺ ഭാരമുള്ള ഒരു വിമാനം വാലിൻ്റെ ഭാഗമില്ലാതെ പറത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇവിടെയാണ് പൈലറ്റുമാരുടെ പരിശീലനവും ആ വിമാനത്തിൻ്റെ കരുത്തും തെളിയുന്നത്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ അപകടത്തെ 3ആയി തിരിക്കാം. ഒന്നാമത്തെ കാരണം ഇന്ധനം കൈമാറുമ്പോഴുള്ള പിഴവ്. നമ്മൾ സാധാരണ റോഡിൽ വാഹനങ്ങൾ നിർത്തി പെട്രോൾ അടിക്കുന്നത് പോലെ എളുപ്പമല്ല ആകാശത്തെ കാര്യം. മണിക്കൂറിൽ 800 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കുമ്പോഴാണ് ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇന്ധനം പകരുന്നത്. ഇതിനായി പിന്നിലുള്ള വിമാനം മുന്നിലുള്ള വിമാനത്തിൻ്റെ തൊട്ടു താഴെയായി വരണം. വെറും ഏതാനും അടി ദൂരം മാത്രം വ്യത്യാസത്തിൽ 2 കൂറ്റൻ വിമാനങ്ങൾ പറക്കുമ്പോൾ ചെറിയൊരു കാറ്റോ പൈലറ്റിൻ്റെ കൈ ഒന്ന് വിറയ്ക്കുകയോ ചെയ്താൽ മതി, പിന്നിലുള്ള വിമാനം മുന്നിലുള്ള വിമാനത്തിൻ്റെ വാലിൽ പോയി ഇടിക്കും. രണ്ടാമത്തെ കാരണം ഇരുട്ടിലെ യുദ്ധം. യുദ്ധമേഖലകളിൽ ഈ വിമാനങ്ങൾ ലൈറ്റുകൾ അണച്ചാണ് പറക്കുക. ശത്രുക്കളുടെ റഡാറിൽ പെടാതിരിക്കാൻ റഡാർ സിഗ്നലുകളും ഓഫായിരിക്കും. കൂരിരുട്ടിൽ റേഡിയോ നിശബ്ദത പാലിച്ച് കണ്ണുകെട്ടിയതുപോലെ പറക്കുമ്പോൾ സ്വന്തം സേനയ്ക്ക് പോലും വിമാനത്തെ തിരിച്ചറിയാൻ പ്രയാസമാകും. അത് പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാറുമുണ്ട്. മൂന്നാമത്തെ കാരണം മിസൈൽ ആക്രമണം. ആദ്യം വന്ന വാർത്തകൾ ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ വിമാനം വെടിവെച്ചിട്ടു എന്നതായിരുന്നു. എന്നാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇത് നിഷേധിച്ചു. ശത്രുവിൻ്റെ ആക്രമണമല്ല, മറിച്ച് വിമാനങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിയാണ് അപകടത്തിന് കാരണമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. 2026 ഈ അപകടം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജോലികളിലൊന്നാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ സമാനമായ നിരവധി നടുക്കുന്ന ഓർമ്മകൾ നമുക്ക് കാണാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ വെച്ച് ഒരു KC-135 ടാങ്കർ വിമാനം ലാൻഡിങ്ങിനിടെ തകർന്നു വീണിരുന്നു. അന്ന് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ സൈനികർക്കും ജീവൻ നഷ്ടപ്പെട്ടു. വെറും ഒരു മെക്കാനിക്കൽ തകരാർ എങ്ങനെയാണ് ഒരു വലിയ ദുരന്തമായി മാറുന്നത് എന്ന് ലോകം അന്ന് കണ്ടു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ തീരത്ത് വെച്ച് അമേരിക്കയുടെ തന്നെ ഒരു KC-130 ടാങ്കർ വിമാനവും ഒരു ഫൈറ്റർ ജെറ്റും ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചു. അന്ന് നടന്നത് ഒരു പരിശീലന പറക്കലായിരുന്നു. രാത്രിയിൽ ഇന്ധനം നിറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ ചെറിയൊരു കണക്കുകൂട്ടൽ പിഴവാണ് 2 വിമാനങ്ങളെയും കടലിലേക്ക് പതിപ്പിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അപകടം നടന്നത് 1966 ഒരു B-52 ബോംബറും KC-135 ടാങ്കറും കൂട്ടിയിടിച്ചു. ആ ബോംബറിൽ 4 ഹൈഡ്രജൻ ബോംബുകൾ ഉണ്ടായിരുന്നു എന്നത് ലോകത്തെ വിറപ്പിച്ചു. ആകാശത്ത് വെച്ച് ടാങ്കർ വിമാനം പൂർണ്ണമായും പൊട്ടിത്തെറിക്കുകയും ബോംബുകൾ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്നൊരു ആണവ സ്ഫോടനം ഒഴിവായത്. എന്തുകൊണ്ടാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടും ഇത്തരം അപകടങ്ങൾ തുടരുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, വെയ്റ്റ് ടർബുലൻസ്. ഒരു വലിയ വിമാനം പറക്കുമ്പോൾ അത് അന്തരീക്ഷത്തിൽ വലിയ വായു ചുഴികൾ ഉണ്ടാക്കും. ഒരു KC-135 ടാങ്കറിന് പിന്നാലെ വരുന്ന ഫൈറ്റർ ജെറ്റ് ഈ ചുഴികളിൽ പെട്ടുപോയാൽ അത് നിയന്ത്രണം വിട്ട് ടാങ്കർ വിമാനത്തിലേക്ക് ഇടിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഒരു കടലിലെ തിരമാലയിൽപ്പെടുന്ന ചെറിയ വഞ്ചി പോലെയാകും അപ്പോൾ ആ ഫൈറ്റർ ജെറ്റ്. 2, പൈലറ്റ് ഫെറ്റീഗ്. യുദ്ധസമയങ്ങളിൽ പൈലറ്റുമാർ മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ വിമാനം പറത്തേണ്ടി വരും. 15-20 മണിക്കൂർ നീളുന്ന ദൗത്യങ്ങളിൽ അവസാന നിമിഷമുണ്ടാകുന്ന ഒരു ചെറിയ ശ്രദ്ധക്കുറവോ ഉറക്കപ്പിഴവോ മതി ഇത്രയും വലിയ വിമാനങ്ങൾ തകരാൻ. ആകാശത്ത് വെച്ച് 150 ടൺ ഇന്ധനം വഹിക്കുന്ന ഒരു വിമാനം നിയന്ത്രിക്കുക എന്നത് വലിയൊരു മാനസിക സമ്മർദ്ദമാണ്. ഈ വിമാനങ്ങളുടെ പിന്നിൽ കാണുന്ന ആ നീളൻ പൈപ്പിനെയാണ് ബൂം എന്ന് വിളിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ വിമാനത്തിൻ്റെ പിന്നിൽ ബൂം ഓപ്പറേറ്റർ എന്നൊരു പ്രത്യേക സൈനികൻ തന്നെ ഉണ്ടാകും. കവിഴ്ന്ന് കിടന്നുകൊണ്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നത്.
തൊട്ടു പിന്നാലെ വരുന്ന വിമാനത്തിൻ്റെ ഇന്ധന ടാങ്കിലേക്ക് ഈ പൈപ്പ് കൃത്യമായി ഇറക്കി വെക്കണം. 2 വിമാനങ്ങളും ഒരേ വേഗതയിൽ ഒരേ ദിശയിൽ സെക്കൻഡുകൾ പോലും മാറാതെ പറന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ. വെറും 10-15 മിനിറ്റിനുള്ളിൽ ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനമാണ് ഈ പൈപ്പിലൂടെ ഒഴുകുന്നത്. ഈ സമയത്ത് വിമാനങ്ങൾ തമ്മിലൊന്ന് ഉരസിയാൽ പോലും ആകാശം കത്തിയമരും. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ആകാശത്ത് വെച്ച് പെട്രോൾ അടിക്കുന്നത് എന്ന്. വിമാനം നിലത്തിറക്കി ഇന്ധനം നിറച്ചാൽ പോരെ? ഇല്ല. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി നടക്കുന്നത് യൂറോപ്പിലെ ബേസുകളിൽ നിന്നും കൂടിയാണ്. ഗ്രീസിലെ സൂദാബേ അല്ലെങ്കിൽ ബൾഗേറിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും പറന്നുയരുന്ന F-35, F-16 വിമാനങ്ങൾക്ക് ഇറാൻ വരെ പോയി ബോംബിട്ട് തിരികെ വരാനുള്ള ഇന്ധനം സ്വന്തം ടാങ്കിലില്ല. മാത്രമല്ല, വിമാനം താഴെ ഇറങ്ങി ഇന്ധനം നിറച്ച് വീണ്ടും പറക്കുന്നതിന് വേണ്ട സമയവും ഇന്ധനച്ചെലവും വലുതാണ്. ഈ ഓപ്പറേഷൻ വെറുമൊരു ആക്രമണമല്ല, ഇത് 3 ഘട്ടങ്ങളുള്ള വലിയൊരു യുദ്ധതന്ത്രമാണ്. അതിലെ 1-ാം ഘട്ടം ഇറാൻ്റെ കണ്ണുകൾ തകർക്കുക എന്നതായിരുന്നു. അതായത് അവരുടെ റഡാർ സംവിധാനങ്ങളും വ്യോമപ്രതിരോധ കേന്ദ്രങ്ങളും ടോമാഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കും. 2-ാം ഘട്ടം അവരുടെ തിരിച്ചടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുക എന്നതാണ്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. 3-ാം ഘട്ടം എന്നത് ആയുധ നിർമ്മാണശാലകളും ആണവ കേന്ദ്രങ്ങളും നശിപ്പിക്കുക എന്നതാണ്. ഈ 3 ഘട്ടങ്ങളിലും KC-135 ടാങ്കറുകൾ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കും. ഓരോ തവണയും ഇന്ധനം തീരുമ്പോൾ ഫൈറ്റർ ജെറ്റുകൾ ഇവരുടെ അരികിലെത്തി ദാഹം തീർത്ത് വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങും. ഇതിനിടയിൽ ഏറ്റവും വലിയ ജോലി ചെയ്യുന്നത് F-15 ഈഗിൾ വിമാനങ്ങളാണ്. ഇവയെ ബോംബ് ട്രക്കുകൾ എന്നാണ് പൈലറ്റുമാർ വിളിക്കുന്നത്. കാരണം ഇതിന് ഏകദേശം 28 ചെറിയ ബോംബുകൾ വരെ ഒരേ സമയം വഹിക്കാൻ കഴിയും. B-2 ബോംബറുകൾ വലിയ ബങ്കറുകൾ തകർക്കുമ്പോൾ ഈ F-15 വിമാനങ്ങൾ താഴെ കാണുന്ന ചെറിയ ലക്ഷ്യങ്ങളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കും. അവരുടെ പക്കൽ ഇന്ധനം തീരുമ്പോൾ അവർ ഒരിക്കലും യുദ്ധക്കളം വിട്ടുപോകില്ല. പകരം ടാങ്കർ വിമാനങ്ങളിൽ നിന്ന് ഇന്ധനം നിറച്ച് വീണ്ടും ആക്രമണം തുടരും. ആകാശത്തെ ഈ കൂറ്റൻ വിമാനങ്ങൾ വെറും യന്ത്രങ്ങളല്ല, അതിനുള്ളിൽ ഇരിക്കുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വയ്ക്കുന്ന സൈനികരാണ്. മാർച്ച് 12-ന് നടന്ന അപകടത്തിൽ പൊലിഞ്ഞ ആ 4 ജീവനുകൾ നമുക്കൊരു വലിയ പാഠം നൽകുന്നു. യുദ്ധം എന്നത് വെറും ആയുധങ്ങൾ മാത്രമല്ല, അത് വലിയ ത്യാഗങ്ങളുടെയും സാഹസികതയുടെയും കൂടി കഥയാണ്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ യുദ്ധതന്ത്രങ്ങളും സാങ്കേതിക വിവരങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.